പിന്നെ എന്തെന്നറിയോ മീനാക്ഷി, നമ്മൾ പഠിച്ചിരുന്നപ്പോഴത്തെ പോലത്തെ ഒരു രീതിയൊന്നുമല്ല ഇപ്പോൾ, ഒക്കെ മാറി. കുട്ടികളൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ എൻ്റെ സാറൊക്കെ ഉണ്ടല്ലോ, ഗുരുക്കന്മാരെയാണല്ലോ ആദ്യം. ജെൻസി ടീച്ചറുടെ കാര്യം പറഞ്ഞു, ഞാൻ ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങിയത് ശരിക്കും ക്ലാസിക്കൽ പഠിപ്പിക്കണമെന്ന് ടീച്ചർ തന്നെ പറഞ്ഞിട്ടാണ്. പള്ളുരുത്തിയിൽ ഒരു രാമൻകുട്ടി മേനോ എന്ന് പറഞ്ഞൊരു ഭാഗവതർ ഒരു സാർ ഉണ്ടായിരുന്നു. സാറിൻ്റെ അടുത്താണ് ഞാൻ പാട്ട് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പാലക്കാട് ചെന്നു. പാലക്കാട് MB മണി എന്ന് പറഞ്ഞു സാറിൻ്റെ അടുത്ത് പഠിച്ചു. മണിയേട്ടൻ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് പാലക്കാട് KS നാരായണസ്വാമി സാർ അദ്ദേഹത്തിൻ്റെ അടുത്താക്കി. ഞാനെപ്പോഴും ആലോചിക്കും, സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സാറായിരുന്നു. സാർക്ക് ഒരു 10:30 ക്ലാസ് എന്ന് പറഞ്ഞാൽ 10:25 എത്തിയാലും സാർക്ക് ദേഷ്യം വരും, 35 ആയാലും ദേഷ്യം വരും. അപ്പോൾ സാറിൻ്റെ അടുത്തുനിന്നും ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി ഞാൻ ഇവരിൽ നിന്നൊക്കെ പഠിച്ചു. എത്ര നമ്മൾ നന്നായി പാടിയാലും ഈ പഠിപ്പിക്കാനൊരു രീതിയുണ്ട്. അതൊരു വേറൊരു കഴിവാണെന്ന് തോന്നുന്നു എനിക്ക്. അതിപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ഗൈഡ് ഉണ്ട്, ഡോക്ടർ മഞ്ജു ഗോപാൽ, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ. മഞ്ജു മിസ് എപ്പോഴും പറയും, മഞ്ജു ഒരു ഔട്ട്സ്റ്റാൻഡിങ് സിംഗർ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടീച്ചർ ആയിക്കൊള്ളണം എന്നില്ല. കോൺസെപ്റ്റ്സ് കുട്ടികളിലേക്ക് എത്തിക്കാനും അവരെ ഗൈഡ് ചെയ്യാനുമുള്ളൊരു കഴിവാണൊരു ടീച്ചർക്ക് ആവശ്യം. അത് ശരിയാണ് ഒരു തരത്തിൽ നോക്കി. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ പറയണ അവരുടെയൊക്കെ മെന്റാലിറ്റി ഒക്കെ മാറി. കുട്ടികളുടെ ഒരു എല്ലാം വ്യത്യാസമായാലും മീനാക്ഷിക്ക് അറിയാലോ. പിന്നെ മീനാക്ഷി ചിന്തിച്ച പോലെ അല്ലല്ലോ മോളുടെ കാര്യങ്ങളിൽ പറ്റില്ല. നമ്മൾ അവരെ കൂടെ യാത്ര ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അന്നത്തെ കാലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല.